ഹായ്, കഴിഞ്ഞ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജർമ്മൻ ബിഗിനർ ലെവൽ പഠിക്കാൻ പോവുകയാണ് വെറും 30 എപ്പിസോഡുകൾ കൊണ്ട്. സ്വാഭാവികമായിട്ടും ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം അതിൻ്റെ ആൽഫബറ്റ്സ് പഠിക്കണം. ജർമ്മൻ ആൽഫബറ്റ്സിനെ കുറിച്ച് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അതായത് ഇംഗ്ലീഷുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങളും അതേപോലെ തന്നെ എഴുതുന്ന ഒരു അക്ഷരമാലയാണ് ജർമ്മൻ്റേതും. പക്ഷേ പ്രൊനൗൺസിയേഷനിൽ അതിൻ്റെ ഉച്ചാരണത്തിൽ വല്ലാത്ത ഡിഫറൻസും ഉണ്ട് താനും. സോ നമുക്ക് A to Z ജർമ്മൻ ആൽഫബറ്റ്സ് നോക്കാം. D, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ട 26 അക്ഷരങ്ങൾ, അതായത് ആ മുതൽ സെറ്റ് വരെയുള്ള അക്ഷരങ്ങളുടെ പ്രൊനൗൺസിയേഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, അത് മനസ്സിൽ ഉൾക്കൊള്ളുക. അതിനുശേഷം ഇത് കൂടാതെ 4 അക്ഷരങ്ങൾ കൂടി ജർമ്മൻ ലാംഗ്വേജിലുണ്ട്. അതിൽ 3 അക്ഷരങ്ങൾ നമ്മൾ പറയുക ഉംലൗട്ടുകൾ എന്നാണ്. അതായത് ഇംഗ്ലീഷിലെ എ, ഒ, യു എന്ന അക്ഷരങ്ങൾക്ക് മുകളിലേക്ക് 2 കുത്തുകൾ ചിഹ്നങ്ങളായിട്ടിട്ട് എഴുതുന്ന രീതിയാണത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കേട്ട ജർമ്മൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ആ ഉംലൗട്ട്, ഒ ഉംലൗട്ട്, ഉ ഉംലൗട്ട്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് കൂടി നമുക്ക് കേൾക്കാം. ഇതൊന്നുമല്ലാതെ ഒരക്ഷരം കൂടിയുണ്ട്, ഡബിൾ എസ്, ബീറ്റ എസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇസെറ്റ്. ഇസെറ്റിൻ്റെ ഒരു പ്രത്യേകത പറയേണ്ടത്, ഇസെറ്റിൽ തുടങ്ങുന്ന ഒരു വാക്ക് പോലും ജർമ്മൻ ലാംഗ്വേജിൽ ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ, ഈ അക്ഷരങ്ങൾ എങ്ങനെ കൂട്ടി വായിക്കാം, ആ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പക്ഷെ അതിനെല്ലാം മുമ്പ് നിങ്ങൾ ആദ്യം അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ പ്രൊനൗൺസിയേഷൻസ് ആവർത്തിച്ച് കേൾക്കുക, ബൈഹാർട്ടായിട്ട് തന്നെ ജർമ്മൻ അക്ഷരങ്ങൾ പറയാനായിട്ട് പഠിക്കുക. അതുകൂടാതെ ഏതെങ്കിലും ഒരു റാൻഡമായ വാക്ക്, അത് നിങ്ങളുടെ സ്വന്തം പേരാവാം, മറ്റൊരാളുടെ പേരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷ് വാക്കുകളാവാം, അതെടുത്തതിന് ശേഷം അത് സ്പെല്ല് ചെയ്യുക. ബിറ്റെ ബുക്സ്റ്റാബിയർ സീറൻ നാമൻ, പ്ലീസ് സ്പെൽ യുവർ നെയിം. ഇപ്പോൾ എൻ്റെ പേരാണെങ്കിൽ ജെറിൻ, അത് സ്പെല്ല് ചെയ്യാൻ പറഞ്ഞാൽ സാധാരണ ഇംഗ്ലീഷിൽ സ്പെല്ല് ചെയ്യുക JERIN ആണ്. ഇത് പെട്ടെന്ന് ജർമ്മനിൽ സ്പെല്ല് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? YOTAREN. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം സ്പെല്ല് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന, ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജർമ്മൻ ആൽഫബറ്റ്സിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. വരുന്ന എപ്പിസോഡിൽ ജർമ്മൻ ബിഗിനർ ലെവലിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. അതുവരെ ബൈ. Nidus Academy, India's #1 language academy.